വ്യക്തിയുടെ ജീവിതത്തിൽ പുലർത്തേണ്ട മനോഭാവങ്ങൾ, അത് ദൈവത്തിന്റെ വഴിയാണ്. ആ ദൈവഹിതത്തിനൊത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. രണ്ടാമത്തെ പാപത്തിന്റെ വഴിയാണ്, അത് പിശാച് കാണിച്ചു തരുന്ന വഴിയാണ്. ദൈവം ആഗ്രഹിച്ച വഴിയിലൂടെ ആദവും ഹവ്വായും നടക്കുമ്പോൾ ദൈവത്തോടൊത്തുള്ള യാത്രയാണ്. എന്നാൽ ഈ പിശാച് കാണിച്ചു തരുന്ന പ്രലോഭനത്തിന്റെ പാപ വഴികളിലൂടെ ഈശോ മിശിഹായിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, പാപം നയിക്കുന്ന വഴിയുണ്ട്, ദൈവം നയിക്കുന്ന വഴിയുണ്ട്. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവിടുത്തെ പാത നേരെയാക്കുവിൻ. ദൈവം ഒരു വ്യക്തി നടക്കാൻ ആഗ്രഹിക്കുന്ന വഴിയുണ്ട് ക്രമീകരിക്കുന്നത്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായി തീരുമ്പോൾ ശത്രുക്കൾ പോലും അവനോടൊത്ത് ഇണങ്ങി വസിക്കും. ദൈവത്തിന് പ്രീതികരമായ വഴിയിലൂടെ ജീവിക്കുക, ഈ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുക, ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള ഒരു ആത്മീയ ജീവിതം, ഇതിനൊക്കെ വളരെയധികം അർത്ഥമുണ്ട്. ജീവിതത്തിൽ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരാത്മാവിനെ പിന്തുടരാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ഈ സ്നാപക യോഹന്നാന്റെ ആ വചനം തന്നെ, കർത്താവിൻ്റെ വഴി ഒരുക്കുക, അവിടുത്തെ പാത നേരെയാക്കുക, ഇത് നമുക്ക് ധ്യാനിക്കാം. ജീവിതത്തിൽ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവഹിതത്തിന് പ്രകാരം, ദൈവഹിതത്തിന് വേണ്ടി മാറ്റങ്ങൾ വരുത്തുമ്പോൾ ദൈവം എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. കർത്താവിൻ്റെ ബൈബിളിൽ വീണ്ടും പറയുന്നുണ്ട് വചനം, സുഭാഷിതങ്ങളുടെ പുസ്തകം 35-ാമത്തെ അധ്യായം 20-ാമത്തെ തിരുവചനം, കർത്താവിന് പ്രഭാഷകന്റെ പുസ്തകം 35:20, കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്, അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം ഉയർത്തും. അപ്പോൾ കർത്താവിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുന്നവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തും, വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറും. അപ്പൊ ദൈവത്തിന് പ്രീതികരമായ വഴിയിലൂടെ ചരിക്കാൻ തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു അഭിഷേകമുണ്ട്. അതാണ് ഈ വചനങ്ങളിലൂടെയൊക്കെ നമ്മളിവിടെ സങ്കീർത്തനം 1:6 പറയുന്നുണ്ട്, കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദൈവം നന്മ പ്രവർത്തിക്കുന്നവരുടെ വഴികൾ അറിയുന്നു. നമ്മൾ 91-ാമത്തെ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, നിന്റെ വഴികൾ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടെ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഈ വചനങ്ങളിലൂടെ ഒക്കെ പറയുന്നത് ഈ കർത്താവിന് വേണ്ടി ജീവിതത്തെ വെട്ടിയൊരുക്കുക. സ്നാപക യോഹന്നാന്റെ ജീവിതമാണ് ദൈവത്തിന് വേണ്ടി ജീവിതത്തെ വെട്ടിയൊരുക്കുക. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന വഴിയുണ്ട്, പാപം ആഗ്രഹിക്കുന്ന വഴിയുണ്ട്. രണ്ട് വഴികളെ കുറിച്ച് ധ്യാനിക്കണം. ദൈവം ഒരു വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിക്കേണ്ട വഴികൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുലർത്തേണ്ട മനോഭാവങ്ങൾ, അത് ദൈവത്തിന്റെ വഴിയാണ്. ആ ദൈവഹിതത്തിനൊത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. രണ്ടാമത്തെ പാപത്തിന്റെ വഴിയാണ്, അത് പിശാച് കാണിച്ചു തരുന്ന വഴിയാണ്. ദൈവം ആഗ്രഹിച്ച വഴിയിലൂടെ ആദവും ഹവ്വായും നടക്കുമ്പോൾ ദൈവത്തോടൊത്തുള്ള യാത്രയാണ്. എന്നാൽ ഈ പിശാച് കാണിച്ചു തരുന്ന പ്രലോഭനത്തിന്റെ പാപ വഴികളിലൂടെ ഹവ്വ ആ വഴി തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ ആ ജീവിതം തകരാൻ തുടങ്ങിയാണ്. അപ്പൊ പാപത്തിന്റെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ ഒരാത്മാവ് നശിക്കാൻ തുടങ്ങും, ഒരു ജീവിതം നശിക്കാൻ തുടങ്ങും, ഒരു കുടുംബം നശിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ദൈവത്തിന്റെ വഴിയിൽ നിന്ന്, അതുകൊണ്ടാണ് ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം, ദൈവത്തിന്റെ മാർഗത്തിൽ നീ ചരിച്ചിരുന്നുവെങ്കിൽ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു. കർത്താവിന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നുവെങ്കിൽ എന്നേക്കും നീ സമാധാനത്തിൽ കഴിയുമായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുക, കർത്താവിന്റെ മാർഗങ്ങൾ പിന്തുടരുക, ദൈവപ്രമാണം അനുസരിച്ച് ജീവിക്കുക, അങ്ങനെയുള്ളൊരു ജീവിതത്തിന് ഒരു അഭിഷേകമുണ്ട്. കർത്താവിന്റെ വഴിയിലൂടെ നടക്കുന്ന ഒരാത്മാവിന് കിട്ടുന്ന ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് ദൈവത്തിന് വില കൊടുത്തുള്ളൊരു ജീവിതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപം കാണിക്കുന്ന വഴിയല്ല, പാപം കാണിക്കുന്ന വഴി ഒരുപക്ഷെ ദൈവം നയിക്കുന്ന വഴിയായിരിക്കണമെന്നില്ല. പാപത്തിന്റെ തെരഞ്ഞെടുപ്പ് ദൈവത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതിന്റെ അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് ആത്മശോധന ചെയ്യേണ്ടത്, ഞാൻ നയിക്കുന്ന വഴി, ഞാൻ നടക്കുന്ന വഴി ദൈവത്തിന് പ്രീതികരമായ വഴിയാണ്. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ ദൈവം ഇഷ്ടപ്പെടാൻ മാത്രമുള്ള ഒരു ആത്മീയ ശക്തി അതിലുണ്ടോ? ഞാൻ എടുക്കുന്ന ഡിസിഷനുകൾ അത് അർത്ഥവത്തായിട്ട് മാറാൻ തക്കവിധം അതിലൊരു പരിശുദ്ധി ഉണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. പല വ്യക്തികളുടെയും ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം അവനെ കൊണ്ട് പിശാച് പ്രേരിപ്പിക്കുന്ന തീരുമാനങ്ങളുണ്ട്. അവനെ പാപം നടത്തുന്ന വഴികളുണ്ട്.
ചില തീരുമാനങ്ങൾ പാപത്തിന്റെ സാഹചര്യത്തിൽ എടുക്കുമ്പോൾ അത് അവന്റെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് തീരും. ചില തീരുമാനങ്ങൾ വലിയ പാപ സാഹചര്യത്തിൽ എടുക്കുമ്പോൾ തന്നെ ആ തീരുമാനങ്ങൾക്ക് ഒരു അഭിഷേകം ഉണ്ടാകുകയില്ല. ഒരു തീരുമാനം എടുക്കുമ്പോൾ നിന്റെ ഹൃദയവിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു തീരുമാനത്തിൽ ഒരു വ്യക്തിയുടെ ആത്മവിശുദ്ധീകരണം പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധിയോടുകൂടി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു അഭിഷേകമുണ്ട്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആത്മശോധന ചെയ്യേണ്ടത് ഞാൻ എടുക്കുന്ന തീരുമാനത്തിന്റെ പിന്നിലുള്ള പരിശുദ്ധിയാണ്. ആ പരിശുദ്ധി ദൈവത്തോട് എത്രമാത്രം അടുത്ത് ദൈവവുമായിട്ട് ആലോചന നടത്തി ദൈവവുമായിട്ട് വ്യക്തിബന്ധം സ്ഥാപിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരഭിഷേകമുണ്ട്. അങ്ങനെ ദൈവഹിത പ്രകാരമുള്ള ആ ഒരു തീരുമാനത്തിന് കർത്താവ് കൂടെ നടക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, പരിശോധിക്കേണ്ടത് ദൈവം ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഞാൻ വരുത്തേണ്ട മാറ്റം എന്താണ്? എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ വരുത്തേണ്ട മാറ്റം. ഒരു പക്ഷേ ചില ബന്ധങ്ങൾ നീ ഉപേക്ഷിക്കുന്നതായിരിക്കും, ചില ആസക്തികളിൽ നിന്ന് വിടുതൽ കിട്ടേണ്ടതായിരിക്കാം, ചില ബലഹീനത നിന്നെ വിട്ടുപോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ചില പാപമേഖലയിൽ നിന്ന് നീ ബോധപൂർവം തന്നെ ഒഴിഞ്ഞു മാറുന്നതായിരിക്കും. ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഈശോയുള്ള സ്നേഹത്തെ പ്രതി ഒരു തീരുമാനം എടുക്കുമ്പോൾ, ദൈവസ്നേഹത്തെ പ്രതി ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഒരു അഭിഷേകമുണ്ട്. എല്ലാ തീരുമാനങ്ങളും നന്മയുള്ളതായിട്ട് മാറുന്നില്ല. തീരുമാനങ്ങൾ ദൈവത്തെ മുൻനിർത്തി എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾക്ക് ഒരു അഭിഷേകമുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന് പ്രീതികരമായ സക്കേവൂസിന്റെ തീരുമാനം ഈ ദൈവത്തെ മുൻനിർത്തി എടുത്ത തീരുമാനമാണ്. ഞാനൊരു സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചിടുന്ന, അത് ദൈവത്തെ മുന്നിൽ കണ്ടുള്ള തീരുമാനമാണ്. സമരിയാക്കാരി സ്ത്രീ അതുവരെയുള്ള ജീവിതത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, ദൈവത്തെ മുന്നിൽ കണ്ടുള്ള തീരുമാനമാണ്. അഗസ്തീനോസ് ഇന്നലെ വരെയുള്ള പാപകഴികളെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു, ദൈവത്തെ മുന്നിൽ കണ്ടുള്ള തീരുമാനമാണ്. ആ തീരുമാനം ആ വ്യക്തിയെ ദൈവത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടവനാക്കി തീർത്തു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ലോകത്തോട് ദൈവത്തെ നേടുന്നതിന് വേണ്ടി ലോകത്തോടുള്ള ബന്ധം വിച്ഛേദിക്കുമ്പോൾ കിട്ടുന്നൊരു അഭിഷേകമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലോകത്തെ ഉപേക്ഷിക്കുമ്പോൾ കിട്ടുന്നൊരു അഭിഷേകമുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് ഈ വചന ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ പാത, ദൈവത്തിൻ്റെ മാർഗങ്ങൾ, കർത്താവ് ആഗ്രഹിക്കുന്ന വഴി, ആ വഴിയിലൂടെ നടക്കാനായിട്ട് പരിശ്രമിക്കാം. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായി തീരുമ്പോൾ ശത്രുക്കൾ പോലും അവനോടൊത്ത് ഇണങ്ങി വസിക്കും. നല്ലൊരു ജീവിതം തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം, നല്ല വഴികൾ തിരഞ്ഞെടുക്കാം, നല്ല മാർഗങ്ങൾ സ്വീകരിക്കാം, നേരായ മാർഗത്തിലൂടെ ചരിക്കാം. അതുവഴിയായിട്ട് കിട്ടുന്ന ഒരു അഭിഷേകമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന് ഒരു ഐശ്വര്യം നൽകട്ടെ. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിന്റെ കൃപ നിങ്ങളിലേക്ക് ചൊരിയപ്പെടട്ടെ. നല്ല തീരുമാനം, കർത്താവിന് വേണ്ടി ജീവിതത്തിൽ മാറ്റം വരുത്താം, കർത്താവിന് വേണ്ടി തീരുമാനങ്ങളെ നന്മയ്ക്കായിട്ടെടുക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.